COP 18A നമ്മുടെ റീഹാബിലിറ്റേഷൻ സർവീസസ് നമ്മുടെ സർവീസസിൻ്റെ സ്കോപ്പുമായിട്ട് റിലേറ്റഡ് ആയിരിക്കണം. നമുക്ക് ന്യൂറോളജിക്കൽ സർവീസസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടൊരു ന്യൂറോ റീഹാബിലിറ്റേഷൻ സർവീസ് ഉണ്ടായിരിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ നിയറസ്റ്റായിട്ട് ന്യൂറോ റീഹാബിലിറ്റേഷൻ സർവീസസ് നല്ല രീതിയിൽ കൊടുക്കുന്ന ഒരു സെൻറ്ററുമായിട്ടുള്ള റിലേഷൻഷിപ്പ്, അറിവ് അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കിയിരിക്കുകയും അവിടേക്ക് റെഫർ ചെയ്യാൻ കഴിയുകയും ചെയ്യണം. നമ്മളുടെ റീഹാബിലിറ്റേഷൻ സർവീസസിൽ സ്വാഭാവികമായിട്ടും സ്പെഷ്യാലിറ്റി ബേസ്ഡ് ആണെങ്കിലും അല്ലെങ്കിലും ഫിസിയോതെറാപ്പി സപ്പോർട്ട്, ഒക്കുപേഷണൽ തെറാപ്പി, സ്പീച്ച് തെറാപ്പി, ക്ലിനിക്കൽ സൈക്കോളജിക്കൽ സപ്പോർട്ട് തുടങ്ങി ഉള്ള കാര്യങ്ങൾ ബേസിക് ആയിട്ട് അവിടെ ഉണ്ടാവണം. ബേസിക് റീഹാബിലിറ്റേഷൻ സർവീസ് എന്തായാലും നമ്മുടെ ഹോസ്പിറ്റലിൽ ഉണ്ടാവേണ്ട ആവശ്യമുണ്ട്. എന്നാൽ സ്പെഷ്യൽ കേസസിൽ ഇപ്പോൾ ന്യൂറോ റീഹാബിലിറ്റേഷൻ നമ്മൾ ഇതിലൊരു എക്സാമ്പിൾ പറയുന്നത് പോലെ സ്പെഷ്യൽ സർവീസസ് ആവശ്യമുള്ള കേസിൽ നമ്മളുടെ ഒരു സർവീസസ്, നമ്മുടെ ഓർഗനൈസേഷൻ്റെ സർവീസുമായിട്ട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന റീഹാബിലിറ്റേഷൻ സർവീസസ് പ്രൊവൈഡ് ചെയ്യാൻ നമുക്ക് കഴിയണമെന്നതാണ് ഒന്നാമത്തെ ഒബ്ജക്റ്റീവ് എലമെന്റ് എ, കമ്മിറ്റ്മെന്റ് കാറ്റഗറിയിൽപ്പെട്ടതാണ് COP 18A. Scope of the rehabilitation services at a minimum is commensurate to the services provided by the ഓർഗനൈസേഷൻ എന്നാണ് പറയുന്നത്. നമ്മുടെ ഓർഗനൈസേഷൻ്റെ സർവീസസുമായി ചേർന്ന് നിൽക്കുന്ന റീഹാബിലിറ്റേഷൻ സർവീസസ് നമുക്കുണ്ടായിരിക്കണം.